വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മാറ്റി. ജൂലൈ 13-ലേക്കാണ് കേസ് മാറ്റിയത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ പ്രതി ചേർക്കാനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് റിബേഷ് കോടതിയെ സമീപിച്ചത്. നേരത്തെ നിരവധി തവണ റിബേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. വധശ്രമ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൗൺസിലർ ആർ സുഗതന് ഇടക്കാല ജാമ്യം. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇളവ് അനുവദിക്കണമെന്ന സുഗന്ധിന്റെ അപേക്ഷയിലാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. നെടുമങ്ങാട് 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം. നെടുമങ്ങാട് കോടതിയുടെ പരിഗണനയിലുള്ള 2 കേസുകൾക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ ബിജെപിയും സമീപിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട് 20 ബിജെപി കൗൺസിലർമാരിൽ ഒരാളായിരുന്നു സുഗതൻ. ഗുരുദേവ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ആർ സുഗതൻ. കോഴിക്കോട് നാദാപുരത്ത് സ്കൂൾ വിദ്യാർത്ഥി ജീപ്പിൽ നിന്ന് വീണ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. രക്ഷിതാക്കളുടെ പരാതിയിൽ നാദാപുരം പോലീസാണ് കേസെടുത്തത്. ആവോലും CCUP സ്കൂളിലെ വിദ്യാർത്ഥിയായ പാറക്കടവ് സ്വദേശി ഇൻസാഫ് റഹ്മാൻ ആണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ജീപ്പിന്റെ പിൻവശത്തെ വാതിൽ അശ്രദ്ധമായി തുറന്നതിനെ തുടർന്നാണ് കുട്ടി റോഡിലേക്ക് തെറിച്ചു വീണത്. സംസ്ഥാന പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള അയാപ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥർ ഉടൻ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ആക്രമണത്തെ തുടർന്ന് ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം തടസ്സപ്പെട്ടെങ്കിലും മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും അധികൃതർ വ്യക്തമാക്കി. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഹാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നും സൈബർ ഡിവിഷൻ സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി നിരീക്ഷണം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു.